ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ടീസറാണ്. ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയുടെ ടീസറാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് അത് റിലീസ് ചെയ്തത്. ചിത്രത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്നത്. 2023 ഓഗസ്റ്റിലാണ് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ പേര് കേട്ടിട്ട് ഇതൊരു ഭക്തിപടമാണോ എന്ന് പല ആളുകളും സംശയിച്ചു. പക്ഷേ അതിനുശേഷം അതിൻ്റെ സംവിധായകൻ തന്നെ വന്ന് പറയുകയുണ്ടായി ഇതൊരു കംപ്ലീറ്റ്ലി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. എന്തായാലും ആളുകളുടെയൊക്കെ ചോദ്യത്തിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് അതിൻ്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. ടീസർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ ഉണ്ണിമൂന്നിന് ഒരു വീൽ ചെയർ ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ആ ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയത്. അപ്പോൾ അതിനുശേഷം അതൊരു ഭക്തിപ്പടമാണോ എന്നുള്ളൊരു ഡൗട്ടിൽ വീണ്ടും എത്തി. കാരണം അങ്ങനൊരു വീൽ ചെയറിൽ സുഖമില്ലാത്ത ഒരാളുടെ ഒരു രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് അന്ന് പബ്ലിഷ് ചെയ്യുകയുണ്ടായത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടീസർ ഒന്ന് കണ്ടിട്ട് വരാം. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. ചെറുപ്പത്തിലെ വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവന്. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് പോയതാണ് തീരുമാനമായി. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഒടുവിൽ അവൻ അവിടെ എത്തി, സിദ്ധ കിണറിനെത്തി. ചെറുക്കൻ ഡ്രസ് പഠിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. സിദ്ധൻ ജയഗണേഷിന് അവന്റെ ജന്മരഹസ്യം ഊതിക്കൊടുത്തു. വെള്ളത്തിനടിയിൽ നിന്ന് ജയഗണേഷിന് കിട്ടിയ പോലൊരു സൂപ്പർ പവർ കിട്ടാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ അവിടെ ഒന്നിൻ്റെയും അവസാനമായിരുന്നില്ല, പുതിയൊരു ജയഗണേഷിന്റെ തുടക്കമായിരുന്നു. Now wait for a miracle. എന്തായാലും സിനിമയുടെ ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രമായിരിക്കും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു ഭക്തിപ്പടമാണോ അല്ലെങ്കിൽ ആ റൂട്ടിൽ പോകുന്ന പടമാണോ എന്ന് നമുക്ക് ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടീസർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ആ ലെവലിലുള്ള ഒരു പടമല്ല എന്നാണ്. കാരണം പോസ്റ്ററിൽ, അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്തിൽ വയ്യാണ്ട് വീൽ ചെയറിൽ അപകടം പറ്റിയിരിക്കുന്ന ഒരാളാണ് നമുക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഈ ടീസറിൽ തന്നെ പറയുന്നുണ്ട് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് വയ്യാതെ വീൽ ചെയറിൽ അകപ്പെട്ടു പോയ ഒരു ആളുടെ ഒരു വേഷത്തിലാണ് ഉണ്ണിമൂന്നിന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്ന് ജീവിതത്തിലിരിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തി, ഒരു വയ്യാണ്ടായിപ്പോയ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു സൂപ്പർ പവർ കിട്ടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു ടീസറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ടീസർ കാണിക്കുന്നത്. എന്തായാലും ഈ ടീസർ സൂചിപ്പിക്കുന്നത് ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു സൂപ്പർ പവർ രീതികളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് സിനിമകളിൽ. ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ നമുക്ക് ഓർക്കാനായിട്ടുള്ളത് മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം എപ്പോഴും അങ്ങനത്തെ സിനിമകളൊക്കെ ആളുകൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇതും അങ്ങനൊരു നല്ല സിനിമയായിരിക്കുമെന്നാണ് ഇതിൻ്റെ ടീസർ സൂചിപ്പിക്കുന്നത്. ഉണ്ണിമൂന്നൻ ഒരു സൂപ്പർ ഹീറോ ആണോ ഈ സിനിമയിൽ എന്നുള്ള സംശയങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഈ ടീസർ അവസാനിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ ബാക്കി വെച്ച് ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അങ്ങനെയുള്ള ഒരു ടീസറായിട്ടാണ് എനിക്കിത് തോന്നിയത്. മഹിമ നമ്പ്യാരാണ് ഈ സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. ഉണ്ണിമൂന്നൻ ഫിലിംസും ഡ്രീംസ് ആൻഡ് ബിയോണ്ടും ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. 2024 ഏപ്രിൽ 11 ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ടീസറിൽ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടത്തിൽപ്പെട്ട് വയ്യാതായ ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എന്ത് മിറാക്കിളാണ് സംഭവിച്ചത്, എന്ത് സൂപ്പർ ഹീറോ പവറാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഏപ്രിൽ 11 ഈ സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒറ്റ സിനിമ കൊണ്ട്, അതായത് മാളികപ്പുറം എന്ന് പറയുന്ന അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാളികപ്പുറമാണ് അദ്ദേഹത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സിനിമ. അങ്ങനെ ഒറ്റ സിനിമ കൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കിയ നടനാണ് ഉണ്ണിമൂന്നൻ. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.